നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി കോക്രോച്ച് ജനതാ പാർട്ടി. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കുമെന്നും ഇപ്പോൾ ദില്ലി കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും CJP വക്താവ് അശുതോഷ് റാങ്ക മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ സമരം നടത്തുന്ന തങ്ങൾക്കെതിരെ കേസെടുത്തും FIR ചുമത്തിയും പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് CJP മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് അശുതോഷ് റാങ്ക മാധ്യമങ്ങളോട് പറഞ്ഞത്. രാജ്യതലസ്ഥാനം ഇപ്പോൾ കണ്ട പ്രതിഷേധം വെറുമൊരു ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ പ്രക്ഷോഭ രംഗങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം തുറന്നടിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടും CJP സംഘടിപ്പിച്ച സൻസദ് ചലോ മാർച്ചിന് നേരെ പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് പാർട്ടി വക്താവ് കേന്ദ്രത്തിന് നേരെ ഈ രൂക്ഷമായ വെല്ലുവിളി ഉയർത്തിയത്. സമരരംഗത്തിറങ്ങിയ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ അതീവ വഷളായ അവസ്ഥയിലേക്ക് കടക്കുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര ഭരണകൂടത്തിന് മാത്രമായിരിക്കുമെന്നും അശുതോഷ് റാങ്ക കൂട്ടിച്ചേർത്തു. തങ്ങൾക്കെതിരെ കേസെടുത്തും FIR ചുമത്തിയും ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടതില്ലെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കവേ CJP വക്താവ് വ്യക്തമാക്കുകയുണ്ടായി. നീറ്റ് പരീക്ഷ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഡൽഹി പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെയാണ് രാജ്യതലസ്ഥാനത്ത് സ്ഥിതിഗതികൾ കൂടുതൽ നാടകീയമായത്. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും CJP സംഘടിപ്പിച്ച സൻസദ് ചലോ മാർച്ചിന് നേരെ പോലീസ് കർശനമായ തടസ്സങ്ങളും അടിച്ചമർത്തലുകളുമാണ് അഴിച്ചുവിട്ടത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധക്കാർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഒട്ടനവധി FIRകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ കേസുകളെയോ ഭരണകൂട ഭീഷണികളെയോ കാട്ടി തങ്ങളെ പേടിപ്പിച്ച് അടിച്ചമർത്താമെന്ന് കരുതേണ്ടതില്ലെന്നും CJP വക്താവ് അശുതോഷ് റാങ്ക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തങ്ങൾക്കെതിരെ എത്ര കേസുകൾ ചുമത്തിയാലും FIRകൾ ഇട്ടാലും സമരരംഗത്തുനിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന തികച്ചും ഉറച്ച നിലപാടിലാണ് പ്രക്ഷോഭകർ. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ പെട്ടെന്ന് പ്രക്ഷോഭത്തിൽ നിന്ന് വേഗത്തിൽ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ സമരം നീണ്ടു നിൽക്കുമെന്നും പാർട്ടി വ്യക്തമാക്കുകയുണ്ടായി. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കും നിയമ നടപടികൾക്കും മുൻപിൽ അടിയറവ് പറയാത്ത പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് CJPയുടെ നീക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും നീറ്റ് പരീക്ഷാ ചോർച്ചയിലെ സമഗ്ര പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് ദില്ലി കേന്ദ്രീകരിച്ച് സമരം കൂടുതൽ ശക്തമാക്കാനും പ്രക്ഷോഭരംഗങ്ങൾ രാജ്യതലസ്ഥാനത്തേക്ക് വിപുലീകരിക്കാനുമാണ് CJPയുടെ തീരുമാനം. നീറ്റ് പരീക്ഷാ ചോർച്ചയിലും ചോദ്യപേപ്പർ ക്രമക്കേടുകളിലും രാജ്യത്തെ യുവജനതയുടെ അമർഷം അണപൊട്ടി ഉയരുമ്പോൾ കേന്ദ്ര ഭരണകൂടത്തിന് നേരെ അതിശക്തമായ പോരാട്ട വീര്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJP പുറത്തെടുക്കുന്നത്. ഡൽഹിയിൽ തങ്ങൾ സംഘടിപ്പിച്ച സൻസദ് ചലോ മാർച്ച് വെറുമൊരു ട്രെയിലർ മാത്രമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യതലസ്ഥാനത്തെ നിശ്ചലമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങുമെന്നുമുള്ള CJPയുടെ അന്തിമ മുന്നറിയിപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പോലീസിന്റെ അടിച്ചമർത്തലുകൾക്കോ കേസ് നടപടികൾക്കോ രജിസ്റ്റർ ചെയ്ത FIRകൾക്കോ മുമ്പിൽ തങ്ങളുടെ പോരാട്ട വീര്യം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CJP മുന്നോട്ട് പോകുമ്പോൾ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ദില്ലി ഉപരോധമടക്കമുള്ള കൂറ്റൻ ജനകീയ സമരമായി വ്യാപിപ്പിക്കാനാണ് സാധ്യത. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളും ഒരേപോലെ ഉറച്ച നിലപാടിൽ തുടരുമ്പോൾ ഈ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങി കേന്ദ്ര സർക്കാർ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് രാജ്യം ഇപ്പോൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്.